ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിഹൃദ്ധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം. അല്ലയോ ഗോവിന്ദ, ഗോവിന്ദ എന്നാണ് വിളിച്ചേ. പശുക്കളെ മുഴുവൻ രക്ഷിക്കുന്നവൻ. ഗോവിന്ദ പട്ടാഭിഷേകമൊക്കെ നമ്മൾ കണ്ടു. പശുക്കളെ മുഴുവൻ രക്ഷിക്കുന്നവൻ, അതാണ് ഗോവിന്ദൻ. എന്ന് മാത്രമല്ല, ഗോശബ്ദത്തിൻ്റെ അർത്ഥം അങ്ങ് പ്രപഞ്ചത്തോളം അങ്ങ് വളർന്നു പോകും. ലോകത്തെ മുഴുവൻ ജീവനുള്ളതും ജീവനില്ലാത്തതുമായ സമസ്ത ചരാചരങ്ങളെയും രക്ഷിക്കുന്നവൻ, അതാണ് ഗോവിന്ദൻ. അതാണ് ഇന്ദ്രനും ദേവന്മാരും എല്ലാവരും കൂടി ചേർന്ന് ഭഗവാനെ അഭിഷേകം ചെയ്യുന്നത്. ഐരാവതത്തെ കൊണ്ട് അതിൻ്റെ തുമ്പിക്കയിൽ ആ ഗംഗാജലം, ആകാശഗംഗയിലെ ജലം കൊണ്ടുവന്ന് അഭിഷേകം കഴിക്കുകയാണ്. കാമധേനു വന്ന് പാല് ചുരത്തിയിട്ട് ആ പാല് കൊണ്ട് നേരിട്ട് അഭിഷേകം കഴിക്കുകയാണ് ഭഗവാനെ ഗോവിന്ദനായിട്ട്. അതാണ് വിളിച്ചത് ഗോവിന്ദ. എന്താ? ലോകത്തെ മുഴുവൻ രക്ഷിക്കുന്നവനാണങ്ങ്. ലോകത്തിൽപ്പെട്ട ഞാൻ, എന്നെയും എൻ്റെ ആളുകളെയും എല്ലാവരെയും അങ്ങ് രക്ഷിക്കണം. രക്ഷിക്കുമെന്ന് ഉറപ്പുണ്ട്. ആ ഉറപ്പും ഈ ഗോവിന്ദ എന്നുള്ള വിളിക്കകത്ത് കിടപ്പുണ്ട്. അങ്ങനെ അല്ലയോ ഗോവിന്ദ, ഈ ക്രതുക്കളുടെ കൂട്ടത്തിൽ, യജ്ഞങ്ങളുടെ കൂട്ടത്തിൽ രാജാവായിരിക്കുന്ന രാജസൂയത്താൽ ഞാൻ അങ്ങയുടെ വിഭൂതികളെ പൂജിക്കാൻ ആഗ്രഹിക്കുന്നു. യക്ഷ്യേ വിഭൂതിർഭവതഃ. വ്യാസൻ്റെ ഓരോ വാക്കുകളും നമ്മൾ സൂക്ഷ്മമായിട്ട് അപഗ്രഥിച്ച് നോക്കണം. ഉപനിഷത്ത് അതിനകത്ത് നിറഞ്ഞു നിൽക്കുന്നു. അങ്ങയുടെ വിഭൂതികളെ, ഭഗവാന്റെ വിഭൂതികൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ഈ ഭാഗവത്തിനകത്ത് നിരന്തരം കാണുന്നു. ഗീതയിൽ ഒരു അധ്യായം വിഭൂതി യോഗമാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ആ വിഭൂതികളുടെ എല്ലാം കുറേ എണ്ണത്തിൻ്റെ പേര് പറഞ്ഞിട്ട് പറയുന്നുണ്ട്, എൻ്റെ വിഭൂതികൾക്ക് അവസാനമില്ല, സർവത്ര എൻ്റെ വിഭൂതികൾ മാത്രമാണ്. അത് മനസ്സിലാക്കാൻ ചില ഉദാഹരണങ്ങൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ എന്നും പറയുന്നുണ്ട്. അങ്ങയുടെ വിഭൂതികളെ ഞാൻ ആരാധിക്കാൻ, യക്ഷ്യേ വിഭൂതിർഭവതഃ, അങ്ങയുടെ വിഭൂതികളെ ഞാൻ ആരാധിക്കാൻ ആഗ്രഹിക്കുന്നു. അത് അങ്ങ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട്, നഹ എന്നാണ് പറഞ്ഞത്, ഞങ്ങൾക്ക് വേണ്ടിയിട്ട്, എനിക്ക് വേണ്ടിയിട്ടെന്നല്ല, എനിക്ക് വേണ്ടിയിട്ടുള്ളൊരു പ്രാർത്ഥനയല്ല യുധിഷ്ഠിരൻ പറയണത്. കാരണം യുധിഷ്ഠിരൻ ഏത് തലത്തിൽ നിൽക്കുന്നു? ഈ കാണായ ജഗത്ത് മുഴുവൻ ഞാൻ തന്നെയാണ് എന്നുള്ള ആ അനുഭവത്തിൻ്റെ പൂർണ്ണതയ്ക്ക് അടുത്തെത്തി നിൽക്കുകയാണ് യുധിഷ്ഠിരൻ. ആ തലത്തിലെത്തുമ്പോഴാണ് ഭഗവാൻ ഇങ്ങനെ ഓടി പ്രത്യക്ഷമായിട്ട് സശരീരനായിട്ട് തൻ്റെ എല്ലാ ബന്ധുജനങ്ങളോടൊപ്പം എത്തിച്ചേരുകയാണ്. എന്നിട്ട് യുധിഷ്ഠിരൻ ഭഗവാനോട് പറയുന്നു, ത്വത്പാദുകേ അവിരതം പരിയേ ചരന്തി. അല്ലയോ ഭഗവാനെ, അങ്ങയുടെ പാദുകങ്ങളെ ആരാണോ നിരന്തരം പരിസേവിക്കുന്നത്? പിന്നെയോ ധ്യായന്തി അഭദ്രനശനെ ശുചയോ ഗൃണന്തി. അഭദ്രമില്ലാതായിത്തീരാൻ വേണ്ടി, കഷ്ടപ്പാടുകൾ ഇല്ലാതായിത്തീരാൻ വേണ്ടിയിട്ട് ആരാണോ അങ്ങയുടെ പാദങ്ങളെ സേവിക്കുന്നത്, അതേപോലെ തന്നെ ധ്യായന്തി, ആരൊക്കെയാണോ അങ്ങയുടെ പാദങ്ങളെ ധ്യാനിക്കുന്നത്, ഗൃണന്തി, അങ്ങയുടെ നാമങ്ങളെ ആരാണോ നിരന്തരം ജപിക്കുന്നത്, അവരുടെ സകല കഷ്ടപ്പാടുകളും ദൂരീകൃതമായി തീരും. അവർക്ക് എന്ത് കൈവരും? അങ്ങയെ തന്നെ കൈവരും. അതാണ് വിന്ദന്തി തേ കമലനാഭ ഭവാപവർഗമാശാസതേദിത ആശിഷൈശനാന്യേ. അല്ലയോ കമലനാഭ, ആരുടെ നാഭിയിലാണോ താമരപ്പൂ ഉള്ളത്, ആ താമരപ്പൂവിലാണ് ബ്രഹ്മാവ് ജനിച്ചത്. അതിലാണ് പിന്നെ ബാക്കി ഈ പ്രപഞ്ചങ്ങൾ മുഴുവൻ, അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ മുഴുവൻ.
അപ്പോൾ ഇത് മുഴുവൻ അദ്ദേഹം തൻ്റെ നാഭിയിൽ ഉൾക്കൊണ്ടിരിക്കുകയാണ്. അല്ലയോ കമലനാഭ, അവർക്ക് ഭവവും അപവർഗവും വിന്തന്തി ലഭിക്കുന്നു. ഭവം ഭൗതികമായിട്ടുള്ള എല്ലാ ശ്രേയസ്സുകളും, ഐശ്വര്യ സമ്പത്ത്, ധനധാന്യ സമ്പത്ത്, പേര്, പ്രശസ്തി, സൗഖ്യങ്ങൾ, ഭൂമിയിൽ എന്തൊക്കെ സൗഖ്യങ്ങൾ നമുക്ക് സങ്കല്പിക്കാൻ പറ്റും അതെല്ലാം ഇങ്ങനെയുള്ള ആളുകൾക്ക് ലഭിക്കുന്നു. അങ്ങയെ ധ്യാനിക്കുന്ന, അങ്ങയുടെ നാമം ജപിക്കുന്ന, അങ്ങയെ സേവിക്കുന്ന ആളുകൾക്ക് ലഭിക്കുന്നു. അപവർഗവും ലഭിക്കുന്നു. അപവർഗം മോക്ഷം, ജനിമൃതി പരമ്പരകൾക്ക് അപ്പുറത്തെത്തുക എന്നുള്ളത് ആ ദിവ്യമായ ആനന്ദമയമായ അവസ്ഥ. അതാണ് ജീവിതത്തിൻ്റെ പരമലക്ഷ്യം. അങ്ങനെ ഭവവും അപവർഗവും തരാൻ അങ്ങയുടെ നാമജപം, അങ്ങയുടെ ധ്യാനം, അങ്ങയുടെ പാദങ്ങളെ സേവിക്കൽ, അത് മാത്രം മതി. പിന്നെ എന്തെങ്കിലുമൊക്കെ കൂടുതൽ ഓരോരുത്തർ ആഗ്രഹിച്ചു കഴിഞ്ഞാലും അതെല്ലാം ഇതുകൊണ്ട് തന്നെ ലഭിക്കും, അങ്ങയുടെ നാമജപം കൊണ്ട് തന്നെ ലഭിക്കും. ഇതല്ലാതെ അങ്ങയുടെ നാമം ജപിക്കാതെ എൻ്റെ കരുത്തുകൊണ്ട് ഞാൻ അതും ഇതുമൊക്കെ നേടും, ലോകത്തെ മുഴുവൻ തച്ച് തകർക്കും എന്നൊക്കെ പറഞ്ഞ് പുറപ്പെട്ടു കഴിഞ്ഞാൽ സാധ്യമല്ല, അത് നടക്കില്ല. നാന്യേ എന്നും സ്പഷ്ടമായിട്ട് പറഞ്ഞു. അതുകൊണ്ട് അല്ലയോ ഭഗവാനെ, അങ്ങ് ഇത് നടത്തി തരണം എന്ന് പ്രാർത്ഥിക്കുക. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, സമ്യക് വ്യവസിതം രാജൻ ഭവതാ ശത്രുകർശന. യുധിഷ്ഠിരനെ സംബോധന ചെയ്യുന്നു, ശത്രുകർശന, ശത്രുക്കളെല്ലാം നശിപ്പിക്കുന്നവനെ. ശത്രുക്കൾ, വെളിയിൽ ശത്രുക്കൾ ഉണ്ട്. യുധിഷ്ഠിരന് വെളിയിലും ശത്രുക്കളില്ല, അജാത ശത്രുവാണ്. യഥാർത്ഥ ശത്രു എവിടെ ഇരിക്കുന്നതെന്നറിയോ? നമ്മുടെ ഉള്ളിലായിരിക്കുന്നത്. കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മത്സരം, ദമ്പം, അസൂയ, ഇതാണ് ശത്രുക്കൾ. ആ ശത്രുക്കളെ മുഴുവൻ നശിപ്പിക്കുന്നവനെ. അവർക്കാണ് ഭഗവാന്റെ അനുഭവം, പ്രത്യക്ഷാനുഭവം നേരിട്ട് കിട്ടുക. അങ്ങനെ അല്ലയോ ശത്രുകർശന, അല്ലയോ രാജാവേ, രാജാവേ, സമ്യക് വ്യവസ്ഥിതം, അങ്ങയുടെ ഈ പുറപ്പാടുണ്ടല്ലോ, അങ്ങയുടെ ഈ തീരുമാനം യോഗ്യമാണ്. ഈ രാജസൂയം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അങ്ങയുടെ ഈ ആഗ്രഹം ഏറ്റവും യോഗ്യമാണ്, ഏറ്റവും നന്നായിരിക്കുന്നു. അത് ചെയ്യാൻ സാധിക്കും. അതിനു വേണ്ടിയിട്ട് ആദ്യം ദിക്ക് ജയിക്കണം. ദിക്കുകളെ ജയിക്കാനായിട്ട് ഇതാ കരുത്തന്മാരായ നിയന്മാർ നിൽപ്പില്ലേ? ഇവർ 4 പേരുണ്ടല്ലോ. ഇവർ 4 പേരും വിചാരിച്ചു കഴിഞ്ഞാൽ നിമിഷം മാത്രം കൊണ്ട് ദിക്കുകളെല്ലാം ജയിക്കാൻ കഴിയും. അല്ലയോ യുധിഷ്ഠിര, നീ എന്നെ ജയിച്ചു കഴിഞ്ഞില്ലേ? ചോദിക്കാണ്, യുധിഷ്ഠിരനോട് ചോദിക്കാണ്. അല്ലയോ യുധിഷ്ഠിര, അങ്ങ് എന്നെ ജയിച്ചു കഴിഞ്ഞല്ലേ? എന്നെ ജയിക്കാൻ എളുപ്പമല്ല. പക്ഷേ എന്നെപ്പോലും ജിതോസ്മി, ഞാൻ ജയിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു നിന്നാൽ. അങ്ങനെ അത്ര വരെ ഉയർന്ന വിജയം നേടിയ ആളാണ് അങ്ങ്. അപ്പോൾ പിന്നെ അങ്ങയുടെ അനിയന്മാർക്ക് അങ്ങയ്ക്ക് വേണ്ടിയിട്ട് ഈ ദിഗ്വിജയം അത് ചെയ്തു തരാൻ പ്രയാസമുണ്ടോ? യാതൊരു പ്രയാസവും ഇല്ല. അതുകൊണ്ട് അങ്ങ് അവരെ ദിഗ്വിജയത്തിന് നിയോഗിക്കുക. ഇവിടെ യജ്ഞം നടത്താൻ വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും ചെയ്യുക. അതനുസരിച്ചിട്ട് 4 സഹോദരന്മാരെ 4 ദിക്കിലേക്ക് അയക്കുകയാണ്, വലിയ സൈന്യത്തോടൊപ്പം അയക്കുകയാണ്. ഓരോരുത്തരുടെ കൂടെയും വലിയ സൈന്യമുണ്ട്. അവർ ദിക്കുകളെല്ലാം ജയിച്ചിട്ട് എതിർത്ത് നിന്ന രാജാക്കന്മാരെല്ലാം യുദ്ധത്തിൽ തോൽപ്പിച്ചു, കീഴമർത്തി വരുതിയിൽ കൊണ്ടുവന്നു. അല്ലാതുള്ളവരുടെ എല്ലാവരുടെയും ആനന്ദവും സന്തോഷവും സ്വീകരണവും ഒക്കെ സ്വീകരിച്ചു. എന്നിട്ട് എല്ലാവരെയും ഇന്ദ്രപ്രസ്ഥത്തിൽ നടക്കുന്നതായ ഈ യാഗത്തിലേക്ക് ക്ഷണിച്ചു. മുഴുവൻ രാജാക്കന്മാരെയും ക്ഷണിച്ചു. അങ്ങനെ ദിക്കുകൾ മുഴുവൻ ജയിച്ച് ആ രാജാക്കന്മാരെ മുഴുവൻ ക്ഷണിച്ച് എല്ലാ നാട്ടുകാരെയും എല്ലാ മനുഷ്യരെയും ക്ഷണിച്ച്, മൃഗങ്ങൾക്കും പക്ഷികൾക്കും വൃക്ഷങ്ങൾക്കും ഒക്കെ വരാം, എല്ലാവരെയും ക്ഷണിച്ച് അവർ അവിടെ നിന്നിട്ട് രാജാക്കന്മാർ കൊടുത്തതായ സമ്മാനങ്ങളും ഒക്കെ ആയിട്ട് വരികയാണ്. എന്ന് മാത്രമല്ല, ഈ രാജാക്കന്മാരെല്ലാം ഇത്ര മഹനീയമായൊരു കർമ്മം നടക്കുന്ന അവസരത്തിൽ അതിന് യുധിഷ്ഠിരന് പാദത്തിൽ കാണിക്കയായി സമർപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ വലിയ വലിയ ഭണ്ഡാകാരങ്ങളിൽ രത്നങ്ങളും സ്വർണവും ഒക്കെ കാഴ്ചവസ്തുക്കൾ, അതുപോലെ 100 കണക്കിന് ആനകൾ, അതേപോലെ കുതിരകൾ ഒക്കെയായിട്ട്, രഥങ്ങൾ ഒക്കെയായിട്ട് ഇങ്ങ് വരികയാണ്. അങ്ങനെ എമ്പാട് നിന്നും കാഴ്ചദ്രവ്യങ്ങളും രാജാക്കന്മാരും ആളുകളും ഒക്കെ അവിടെ വന്നു കൂടി ആ ഇന്ദ്രപ്രസ്ഥം മുഴുവൻ നിറഞ്ഞ് അവർക്കുള്ള എല്ലാ സൗകര്യങ്ങളും, താമസത്തിനുള്ള വ്യവസ്ഥ, ഭക്ഷണത്തിനുള്ള വ്യവസ്ഥ, സകലതും, വിനോദത്തിനുള്ള വ്യവസ്ഥ, പൂജ ചെയ്യാനുള്ള വ്യവസ്ഥ, സകല വ്യവസ്ഥകളും അവിടെ നേരത്തെ യുധിഷ്ഠിരൻ ചെയ്തിട്ടുണ്ട്. അതെല്ലാം തയ്യാറാക്കി കഴിഞ്ഞു. അപ്പോഴേക്കും
ഇനി അടുത്ത കാര്യത്തെക്കുറിച്ച് ചിന്തിക്കണം. ഭഗവാൻ ചോദിച്ചു യുധിഷ്ഠിരനോട്, യുധിഷ്ഠിര, ദിക്കുകളെല്ലാം ജയിച്ചല്ലോ, എല്ലാ രാജാക്കന്മാരെയും ജയിച്ചോ? ആരെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ? മഗധയിലെ രാജാവായ ജരാസന്ധനെ ജയിച്ചോ? അപ്പോഴേക്കും യുധിഷ്ഠിരൻ പറഞ്ഞു, ഇല്ല, ജരാസന്ധനെ ജയിച്ചിട്ടില്ല. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, എന്നാൽ ജരാസന്ധനെ ജയിക്കണം, ജയിച്ചാൽ മാത്രമേ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. ജരാസന്ധനെ ഞാനും ഭീമനും അർജുനനും കൂടി ചെന്ന് ചെയ്യിക്കും, സൈന്യമൊന്നും വേണ്ട, ഞങ്ങൾ 3 പേരും മാത്രം മതി, വെറുതെ സൈന്യങ്ങളെ യുദ്ധം ചെയ്ത് കൊല്ലിക്കണ്ട, ഞങ്ങൾ 3 പേരും കൂടി ചെന്ന് ജയിക്കും. എങ്ങനെ? ബ്രാഹ്മണ വേഷത്തിൽ ഞങ്ങൾ ചെല്ലും, ചെന്നിട്ട് അയാളോട് ദ്വന്ദ്വയുദ്ധം യാചിക്കും. ബ്രാഹ്മണർക്ക് ദാനം കൊടുക്കുന്ന സ്വഭാവം ജരാസന്ധനുണ്ട്. എല്ലാ ദിവസവും രാവിലെ സരസ്വതി യാമത്തിൽ എണീറ്റ് പൂജാതി കർമ്മങ്ങളെല്ലാം ജരാസന്ധൻ ചെയ്യും. വലിയ നിഷ്ഠയാണ്, അതിൽ സജ്ജനങ്ങളോട് വലിയ ഭക്തിയാണ്. വേദാദികളെല്ലാം നല്ലവണ്ണം പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആകെ ഒറ്റ കുഴപ്പമേ ഉള്ളൂ. എന്താ കുഴപ്പം? അഹങ്കാരം. അതുകൊണ്ടാണ് അയാൾക്ക് ഈ കുഴപ്പം പറ്റിയത്. ബാക്കി എല്ലാം ഉണ്ട് അയാൾക്ക്. ഞാൻ ശരീരമാണ് എന്നുള്ള വിചാരം, അതാണ് ശരീരാത്മബോധം, അതാണ് ജരാസന്ധൻ. അതുകൊണ്ട് അയാൾക്ക് ഈ ആപത്തുണ്ടായി. അപ്പോൾ അയാൾ പൂജകളെല്ലാം ചെയ്തിട്ട് പിന്നെ പൂജ കഴിഞ്ഞ് അയാൾ പുറത്ത് വരുമ്പോഴേക്കും ആരൊക്കെ ദാനം ചോദിച്ചു വരുന്ന അവർക്കെല്ലാം വാരിക്കോരി കൊടുക്കും, എന്ത് ചോദിച്ചാലും കൊടുക്കും. ആ ഒരു രീതി അയാൾക്കുണ്ട്. കൃഷ്ണൻ അതാ കണ്ടത്. ഞങ്ങൾ പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് അവർ 3 പേരും കൂടി ബ്രാഹ്മണ വേഷത്തിൽ ആയുധങ്ങളൊന്നുമില്ലാതെ നേരെ അവിടിച്ചു. അപ്പോൾ രാവിലെ ഇദ്ദേഹം പൂജ കഴിഞ്ഞ് വരുന്ന സമയത്ത് ഒരുപാട് പേര് കാണാനായിട്ട് അദ്ദേഹത്തോട് പലതും ചോദിക്കാനായിട്ട് വന്ന് നിൽപ്പുണ്ട്. ആ കൂട്ടത്തിൽ ഇവരും വന്ന് നിന്നു. അപ്പോൾ ഓരോരുത്തരായിട്ട് ചെന്ന് ജരാസന്ധനോട് ഓരോ ആഗ്രഹങ്ങൾ പറയുകയാണ്. അതെല്ലാം ജരാസന്ധൻ അവർക്ക് ഉടനെ വാരിക്കോരി ദാനം ചെയ്യുകയാണ്. അവസാനം ഈ 3 പേര് ജരാസന്ധൻ നോക്കി. അതുവരെ കണ്ടിട്ടുള്ള തൻ്റെ മുമ്പ് വന്നിട്ടുള്ള ആളുകളെ പോലെയല്ല. അതുവരെയുള്ള ആളുകൾ അർത്ഥികളാണ്, ഓരോന്ന് നേടാൻ വേണ്ടിയിട്ട് വന്നവരാണ്. ഇവരെ കണ്ടപ്പോൾ ഇവർ ബ്രാഹ്മണ വേഷത്തിലാണ്, ബ്രാഹ്മണരുടെ വേഷം ധരിച്ചിരിക്കണം. പക്ഷേ അവരുടെ ശരീരത്തിൻ്റെ പ്രകൃതം കണ്ടാൽ ബ്രാഹ്മണൻ്റെ പ്രകൃതമല്ല, തപസ് ചെയ്യുന്നവൻ്റെ പ്രകൃതമല്ല, യുദ്ധം ചെയ്യുന്നവൻ്റെ പ്രതീകമാണ്. ജരാസന്ധന് ഇതെല്ലാം മനസ്സിലാവും, ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവും. വലിയ വീരനാണ് ജരാസന്ധൻ. നോക്കി, അവരുടെ കയ്യിൽ നോക്കി. അപ്പോൾ ഒരു യോദ്ധാവാണെങ്കിൽ ആ രൂപം കാണുമ്പോൾ മനസ്സിലാവും. ഉടൻ തന്നെ കയ്യിൽ നോക്കിയപ്പോൾ ഞാണിൻ്റെ തഴമ്പ്. ഇടത് കയ്യിൽ വില്ല് പിടിച്ചിട്ട് വലത് കൈ കൊണ്ട് ഏത് വീടുമ്പോഴേക്കും ഞാണിവിടെ വന്ന് അടിച്ച് മുറിയും. അവസാനം അത് ഭയങ്കരമുള്ള തഴമ്പാണ്, ഞാൻ തഴമ്പ്. അതുപോലെ ഈ കയ്യിലും തഴമ്പ് വീഴും, ഇവിടെ കണ്ണിൻ്റെ അവിടെയും തഴമ്പ് വീഴും. കണ്ണിൻ്റെ ഉള്ള തഴമ്പിനെയൊക്കെ മറച്ചു വെച്ചിട്ടുണ്ട്, തലമുടിയൊക്കെ ഇങ്ങനെ വളർത്തി ഇങ്ങനെയൊക്കെ ഇട്ട് മറച്ചു വെച്ചിട്ടുണ്ട്. വേഷം കെട്ടി വന്നതല്ലേ. പക്ഷേ കയ്യിലെ തഴമ്പ് മറയ്ക്കാൻ നിവർത്തിയില്ല, ഈ കൈപ്പത്തിയിലെ തഴമ്പ് മറയ്ക്കാൻ നിവർത്തിയില്ല. നോക്കിയപ്പോൾ ഒരുത്തൻ്റെ കയ്യിൽ 2 വശത്തും 2 കയ്യിലും ഉണ്ട് തഴമ്പ്. അപ്പോഴത്തേക്കും കേട്ടിട്ടുണ്ട് അർജുനൻ സവ്യസാചിയാണെന്ന്, കണ്ടിട്ടില്ല. അർജുനൻ ഇടത് കൈയിൽ വില്ല് പിടിച്ചിട്ട് വലത് കൈ കൊണ്ട് ചെയ്യുക മാത്രമല്ല, വലത് കൈ കൊണ്ട് വില്ല് പിടിച്ചിട്ട് ഇടത് കൈ കൊണ്ട് ചെയ്യും. അതുകൊണ്ട് അർജുനൻ പടയ്ക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ തുടർച്ചയായിട്ട് യുദ്ധം തീരുന്നതുവരെ അമ്പുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. മറ്റുള്ളവർക്ക് അല്പനേരം റെസ്റ്റ് എടുക്കേണ്ടി വരും കൈ തളരുമ്പോൾ. ഇതങ്ങനെയല്ല, ഇടത് കൈ തളരുമ്പോൾ വലത് കൈയിൽ, അത് തരുമ്പോൾ ഈ ഇടത് കൈയിലായി, ഇങ്ങനെയാണ്. അപ്പോൾ 2 കൈയിലും ഞാനടിച്ച് തഴമ്പുണ്ട്, 2 പുംഖരേഖയുണ്ട്, അത് പിന്നെ മറച്ചു വെച്ചിരിക്കുന്നു. ഇവിടെ പുംഖരേഖ എന്ന് പറയും. അമ്പിൻ്റെ പിടി ഇങ്ങനെ പിടിക്കുമ്പോഴേക്കും ഇവിടെ മുറിഞ്ഞിട്ട് ഇങ്ങനെ വര പോലെ തഴമ്പ് വീഴും. അപ്പോഴേക്കും ബലമായ സംശയമായി. എന്നിട്ട് അടുത്ത ആളിനെ നോക്കിയപ്പോഴേക്കും അയാളെ എവിടെയോ കണ്ടിട്ടുണ്ട്, 17 വട്ടം കണ്ടതാണ്, എവിടെയോ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഉറക്കെ അങ്ങ് ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ദാനം ചോദിക്കാൻ വന്നതല്ലേ, അപ്പോൾ ചോദിച്ചുകൊള്ളൂ എന്ന് ജരാസന്ധൻ അവരോട് ചോദിച്ചോളാനായിട്ട് ആജ്ഞ കൊടുത്തു. പൊട്ടിച്ചിരിച്ചിട്ടാണ്, എന്നെ പറ്റിക്കാൻ വന്നു നിൽക്കുന്നവരാണ് നിങ്ങൾ ബ്രാഹ്മണരല്ല, എനിക്കത് മനസ്സിലായി, എന്നെ പറ്റിച്ചു എന്നുള്ള വിചാരമൊന്നും വേണ്ട, എന്നെ പറ്റിക്കാൻ ആർക്കും കഴിയില്ല, നിങ്ങൾക്ക് എന്തോ ആണോ ചോദിച്ചോളൂ, ഞാൻ തന്നിരിക്കും. യുദ്ധം നോ ദേഹി രാജേന്ദ്ര, ഭഗവാനാണ് ചോദിക്കുന്നത്. അപ്പോൾ ബ്രാഹ്മണൻ്റെ വേഷത്തിൽ
യുദ്ധം നോ ദേഹി രാജേന്ദ്ര. ബാക്കി അതിനു മുമ്പേ വന്നവരെല്ലാം പല അളവിലുള്ള പണം, രത്നം ചോദിച്ചവർ, സ്വർണം ചോദിച്ചവർ, പശുക്കളെ ചോദിച്ചവർ, ഇതൊക്കെയാണ്. വയലുകൾ ദാനമായിട്ട് ചോദിച്ചവർ, പുരയിടം ചോദിച്ചവർ. ഇത് യുദ്ധം നോ ദേഹി രാജേന്ദ്ര, അല്ലയോ രാജേന്ദ്ര, ഞങ്ങൾക്ക് യുദ്ധത്തെ ദാനം ചെയ്താലും